ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചികരമായ രീതിയിൽ നെയ്മീൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നെയ്മീൻ ബിരിയാണിക്ക് വേണ്ടി ഇതുപോലെ ഒരു പീസ് നെയ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുള്ളും സ്കിന്നും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. എൻ്റെ മക്കൾക്ക് മുള്ളും സ്കിന്നും ഒന്നും ഇഷ്ടമല്ല. മീൻ 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ പെട്ടെന്ന് നമുക്ക് സ്കിൻ മാറ്റിയെടുക്കാനായി സാധിക്കും. കണ്ടില്ലേ, ഇതുപോലെ എല്ലാം ഞാൻ സ്കിൻ മാറ്റി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ച നെയ്മീനിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പും 2 ടീസ്പൂൺ നാരങ്ങാനീരും ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു കുറച്ച് സമയത്തേക്ക് മാറ്റി വയ്ക്കാം. ഇതേ സമയം നമുക്ക് സവാളയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് ഞാൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. സവാളയെല്ലാം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് വറുത്തെടുക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മസാല പുരട്ടി വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. ഒരു ഭാഗം റെഡിയായി. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ആവേണ്ട, ഈ ഒരു രീതിയിൽ ഫ്രൈ ആയാൽ മതിയാകും. അടുത്ത ബാച്ചും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ എണ്ണയിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് വറുത്തെടുക്കുകയാണ്. സവാള വറുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കറിവേപ്പില കൂടി വറുത്തെടുത്തേക്കണേ. ഇനി ബിരിയാണിയിലേക്കുള്ള റൈസ് തയ്യാറാക്കണം. അതിനായി ഒരു കുക്കർ ചൂടാകുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരല്പം പട്ടയും ഗ്രാമ്പുവും ഏലക്കായും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇതിലേക്ക് 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കഴുകി വെള്ളം വാർന്നു വെച്ച 4 കപ്പ് ജീരകശാല റൈസാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടറും പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഈ റൈസ് പരസ്പരം ഒട്ടിപ്പിടിക്കുകയില്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് മീൻ പൊരിച്ചതിൻ്റെ ബാലൻസ് എണ്ണയും അതോടൊപ്പം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നീളത്തിലരിഞ്ഞ 5 സവാളയും ആവശ്യത്തിനുള്ള ഉപ്പും 6 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. സവാള വഴന്നു വന്നപ്പോഴേക്കും ഞാനിതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി,
1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 4 തക്കാളി കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മസാലയൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. മീൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് തിളച്ച 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും പുതിനയിലയും 1 പിടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മസാലയുടെ കുറച്ച് ഭാഗം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് പൊരിച്ച് വെച്ച മീൻ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ മാറ്റി വെച്ച മസാല ഒന്ന് കവർ ചെയ്ത് വെക്കണം. ആ മസാലയൊക്കെ ആ മീനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇതേ സമയം തന്നെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മസാലയും മീനും കൂടി ചേർത്തിട്ട് നമുക്ക് പകുതി ഭാഗത്തോളം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ബിരിയാണി ദം ചെയ്യുന്നത്. വേവിച്ച റൈസിൻ്റെ പകുതി ഭാഗം ഈ മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ വറുത്ത് വെച്ചിരുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് മാറ്റി വെച്ചിരുന്ന മസാല കൂടി ചേർത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ബാക്കിയുള്ള റൈസ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്തതിന് ശേഷം 5 ടീസ്പൂൺ നെയ്യ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയും നെയ്യും ചേർത്തുണ്ടാക്കുമ്പോഴാണ് വളരെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവസാനമായി ഇതിൻ്റെ മുകളിലേക്കും നമ്മൾ വറുത്ത് വെച്ചിരുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള നെയ്മീൻ ബിരിയാണി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നെയ്മീനോ കൊഞ്ചോ വെച്ചിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.